നമസ്കാരം. ഈ രണ്ട് ജീവികൾ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ വീട്ടിൽ അതീവ ദൈവാനുഗ്രഹമുണ്ടെന്നും ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാൻ സമയമായി എന്നും. വീട്ടിൽ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് ഓരോ മതത്തിൽപ്പെട്ടവരും അവരുടെ അനുഷ്ഠാനപരമായ പല ആചാരങ്ങളും അനുഷ്ഠിക്കാറുണ്ട്. കാരണം ഒരു വീട്ടിൽ ദൈവാനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടായിരിക്കേണ്ടത് ആ വീട്ടിൽ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നതിന് തീർച്ചയായും ഗുണം ചെയ്യും. അല്ലെങ്കിൽ പലതരം ബുദ്ധിമുട്ടുകളാൽ സമാധാനവും ഐശ്വര്യവും കിട്ടാതെ വലയുകയേ ഫലമുള്ളൂ. അതിനായി പ്രത്യേക പൂജകളും അനുഷ്ഠാനങ്ങളും ഒക്കെ പലരും ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോസിറ്റീവായി ചിന്തിക്കുന്നതിനും ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും വളർച്ച കൈവരിക്കാനും സഹായിക്കും. എന്നാൽ ലക്ഷണശാസ്ത്രപ്രകാരം നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ദൈവാനുഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് ചില സൂചനകളിലൂടെ തന്നെ ദൈവം നമുക്ക് കാണിച്ചു തരും. ചില ജീവികളെ വീട്ടിൽ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, വീട്ടിൽ അത്രയധികം ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയമാണെന്നും ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാൻ സമയമായി, നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ദൈവം നേരിട്ട് നൽകുന്ന ചില സൂചനകളാണെന്നും. ഈ പറയുന്ന സൂചനകൾ നിങ്ങളുടെ വീട്ടുപരിസരത്ത് കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ പേരും നാളും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ലക്ഷണം മഹാദേവൻ നൽകുന്നതാണ്. അതായത് വീടിൻ്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിക്കിലായി അതിരാവിലെ നിങ്ങൾ ഉറക്കമുണർന്ന് വീടിന് പുറത്ത് വന്ന ശേഷം പാമ്പിനെ കാണാൻ ഇടയായാൽ അത് നിങ്ങളുടെ മഹാഭാഗ്യമാണ്. അതിനെ ഉപദ്രവിക്കാൻ നിൽക്കരുത്. കാരണം ഇത് മഹാദേവൻ നിങ്ങൾക്ക് നേരിട്ട് നൽകുന്ന, നിങ്ങളുടെ വീട്ടിൽ ദൈവാനുഗ്രഹമുണ്ടെന്നും രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെയും സൂചനയാണിത്. ഇതുവരെയുള്ള പ്രയാസങ്ങളെല്ലാം മാറി ജീവിതം രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ സൂചനയാണ് നാഗം അഥവാ പാമ്പിനെ കണ്ടാൽ. രാവിലെ വിളക്ക് തെളിയിക്കുന്ന സമയത്താണ് കാണുന്നതെങ്കിൽ കൂടുതൽ ഐശ്വര്യമാണ് ഉണ്ടാവുക. ഇതോടൊപ്പം ഭാഗ്യം കൊണ്ടുവരുന്ന മറ്റൊരു ജീവിയാണ് ഉപ്പൻ അഥവാ ചെമ്പോത്ത്, ചകോരം എന്നൊക്കെ പറയും. പ്രാണികളെയും മറ്റും ഭക്ഷിക്കാനായി ചിലപ്പോഴൊക്കെ വീട്ടുപരിസരത്ത് വരുന്ന ഒരു പക്ഷി തന്നെയാണ് ഉപ്പൻ. എന്നാൽ സാധാരണ ഉച്ചനേരത്തോടടുക്കുമ്പോഴൊക്കെയാണ് ഉപ്പൻ വീട്ടുപരിസരത്ത് കാണാറുള്ളത്. എന്നാൽ രാവിലെ വിളക്ക് കൊളുത്തുന്ന സമയത്തോ നാമം ജപിക്കുന്ന സമയത്തോ ഉപ്പൻ വീട്ടുപരിസരത്ത് വന്നതായി കണ്ടാൽ ജീവിതത്തിലെ കഷ്ടകാലം അവസാനിച്ച് ജീവിതം രക്ഷപ്പെടാൻ പോകുന്നെന്നും വീട്ടിൽ ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉണ്ടെന്നും ഉള്ളതിൻ്റെ സൂചനയാണ്. ഇനി മുതൽ ഈ രണ്ടു ജീവികളെയും നിങ്ങളുടെ വീട്ടുപരിസരത്ത് പുലർച്ചാ വേളകളിൽ കാണാൻ സാധിച്ചാൽ ഉറപ്പിച്ചോളൂ, വീട്ടിൽ വേണ്ടുവോളം ദൈവാനുഗ്രഹമുണ്ടെന്നും നിങ്ങളിനി ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന സമയം ആരംഭമായി എന്നും.